സോഴ്സസ് ഓഫ് ലോ. ചില ലീഗൽ സിസ്റ്റത്തിൽ കോർട്ട് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ആർ ബൈൻഡിങ് ആസ് ലോ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് കോർട്ടിലെ ഡിസിഷൻസ്. അത് മാത്രമല്ല, ഏതൊരു മോഡേൺ സൊസൈറ്റി എടുത്താലും 3 മേജർ സോഴ്സസ് ഓഫ് ലോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും: കസ്റ്റം, ജുഡീഷ്യൽ പ്രസിഡൻറ്റ്, ലെജിസ്ലേഷൻ. കസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കസ്റ്റംസ് നോക്കും. കസ്റ്റം എന്ന് പറഞ്ഞാൽ വാലിഡ് ആവണമെങ്കിൽ ഒരു ഇൻട്രപ്ഷനും കൂടാതെ ഫോർ എ വെരി ലോങ് പീരിയഡ് ഓഫ് ടൈം നമ്മൾ കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്യണം കസ്റ്റത്തിനെ. കസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ആ ഒരു പ്രാക്ടീസ്, ഈ പ്രാക്ടീസ് അല്ലെങ്കിൽ കസ്റ്റം ലോങ് ടൈം പീരീഡിലേക്ക് സപ്പോർട്ട് ചെയ്യണം. അതായത് പ്രാക്ടീസ് മസ്റ്റ് ബി സപ്പോർട്ടഡ് നോട്ട് ഓൺലി ഫോർ എ വെരി ലോങ് ടൈം പീരീഡ്. കുറേ കാലത്തേക്ക് മാത്രം ആവരുത് ഈ സപ്പോർട്ട്. പക്ഷേ ആരുടെ സപ്പോർട്ടും കിട്ടണം? ജനറൽ പബ്ലിക്കിൻ്റെയും സപ്പോർട്ട് വേണം. അതുപോലെ മൊറാലിറ്റി ഉണ്ടായിരിക്കണം. ദാറ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ കസ്റ്റം മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ദ ഒപ്പീനിയൻ ഓഫ് ജനറൽ പബ്ലിക് ആൻഡ് ഓൾസോ മൊറാലിറ്റി. സോ പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കസ്റ്റം എന്ന് പറയുന്നത് മസ്റ്റ് ബി സപ്പോർട്ടഡ്. അത് സപ്പോർട്ടഡ് ആയിരിക്കണം. ഈ പറയുന്ന പ്രാക്ടീസ് അല്ലെങ്കിൽ കസ്റ്റം സപ്പോർട്ടഡ് ആയിരിക്കണം. കുറേ നാളത്തേക്ക് സപ്പോർട്ടായാൽ മാത്രം പോരാ, എന്തും വേണം, പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ സപ്പോർട്ടഡ് ആയിരിക്കണം. ജനറൽ പബ്ലിക്കും ഈ ഒരു അവരുടെ ഒപ്പീനിയൻ്റെ സപ്പോർട്ടും വേണം. അതുപോലെ മൊറാലിറ്റിയുടെ സപ്പോർട്ടും വേണം. അതായത് ജനറൽ പബ്ലിക്കിൻ്റെ അഫയേഴ്സിനെ ബാധിക്കുന്ന തരത്തിലാവരുത്. അവരുടെ ഒപ്പീനിയനെ അവരുടെ സപ്പോർട്ട് കൂടെ നമുക്ക് വേണം. മാത്രമല്ല മൊറാലിറ്റിയുടെ സപ്പോർട്ട് വേണം. ദാറ്റ് മീൻസ് മൊറാലിറ്റിയുടെ ആ ഒരു കമ്പോണൻറ്റും ആ ഒരു കസ്റ്റത്തിൽ വേണം. അതുപോലെ ജനറൽ പബ്ലിക്കും അവരുടെ ഒപ്പീനിയനും ഈ ഒരു കസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം. സോ മാത്രമല്ല എവരി കസ്റ്റം നീഡ് നോട്ട് ബിക്കം ലോ. എല്ലാ കസ്റ്റമും ലോ ആവണമെന്ന് നിർബന്ധമില്ല. എക്സാമ്പിൾ, ഹിന്ദു മാരേജ് ആക്ട് 1955 എന്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്? മാരേജസ് വിച്ച് ആർ വിത്തിൻ ദ പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ് ഓഫ് റിലേഷൻഷിപ്പിൽ ഉള്ള മാരേജസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു ഹിന്ദു മാരേജ് ആക്ട് 1955. പക്ഷേ ആക്ട് എന്ത് പെർമിറ്റ് ചെയ്യുന്നു? പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള മാരേജ് പെർമിറ്റ് ചെയ്യുന്നു ഇഫ് ദർ ഈസ് പ്രൂവൺ കസ്റ്റം വിത്തിൻ സർട്ടൻ കമ്മ്യൂണിറ്റി. ഒരു സർട്ടൻ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ പ്രൂവൺ ആയിട്ടുള്ളൊരു കസ്റ്റം, ഒരു ആചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഉള്ള മാരേജസ് പെർമിസിബിൾ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. കസ്റ്റം എന്ന് നമ്മൾ സിംപ്ലി പറഞ്ഞാൽ ലോങ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ് അല്ലെങ്കിൽ അൺറിട്ടൺ റൂൾസ് എന്ന് വെച്ചാൽ റൂൾസ് ആയിട്ട് എഴുതി വെച്ചിട്ടില്ല, അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. റിട്ടൺ ആയിട്ടുള്ള റൂൾസ് അല്ല, അൺറിട്ടൺ റൂൾസ് ആണ് അത്. മാത്രമല്ല അല്ലെങ്കിൽ ലോങ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ്, കുറേ നാളായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ചെയ്തു വരുന്ന കാര്യം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസാണ്, ലോങ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസാണ് അല്ലെങ്കിൽ അൺറിട്ടൺ റൂൾസ്. അതിന് ഒരു ഒബ്ലിഗേറ്ററി ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബൈൻഡിങ് ക്യാരക്ടർ ഉണ്ട്. ഏൻഷ്യൻ സൊസൈറ്റീസിൽ, അതായത് പുരാതന സമൂഹത്തിൽ കസ്റ്റത്തിനെ നമ്മൾ എന്തായിട്ടായിരുന്നു കണ്ടിട്ടുള്ളത്? വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ലോ. ഈ സോഴ്സസ് ഓഫ് ലോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് കസ്റ്റമിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഏൻഷ്യൻ സൊസൈറ്റിയിൽ. ഇൻഫാക്റ്റ് അതിനെ റിയൽ സോഴ്സ് ഓഫ് ലോ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈമിൻ്റെ പാസേജ് അനുസരിച്ച്, അതായത് ഫ്യൂച്ചറിലേക്ക് വന്നപ്പോൾ ആൻഡ് അഡ്വെൻറ്റ് ഓഫ് മോഡേൺ സിവിലൈസേഷൻ, പുതിയ സിവിലൈസേഷൻ വന്നതോടുകൂടി കസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആസ് സോഴ്സ് ഓഫ് ലോ, ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് നമ്മൾ കസ്റ്റമിനെ കാണുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു, ഡിമിനിഷ്ഡായി. ആൻഡ് അതർ സോഴ്സസ് സച്ച് ആസ് ജുഡീഷ്യൽ പ്രസിഡൻസ് ആൻഡ് ലെജിസ്ലേഷൻ ഗെയിൻഡ് ഇമ്പോർട്ടൻസ്. അതായത് കസ്റ്റത്തിനെ ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് കാണുന്നത് കുറച്ചു, ജുഡീഷ്യൽ പ്രസിഡൻറ്റിനെയും ലെജിസ്ലേഷനെയും നമ്മൾ എന്തായിട്ട് കാണുന്നത് കൂടി, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത്. ഇനി ലീഗൽ കസ്റ്റം നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് ഫർദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ലീഗൽ കസ്റ്റമാണ് പറയുന്നത്. ലീഗൽ സിസ്റ്റം അല്ല, ലീഗൽ കസ്റ്റം മേ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻറ്റു ദ ഫോളോയിങ് 2 ടൈപ്സ്. കസ്റ്റത്തിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ജനറൽ കസ്റ്റംസ്, ലോക്കൽ കസ്റ്റംസ്. 2 എന്ന് പറഞ്ഞാലും ഇവിടെ കൈൻഡ്സ് ഓഫ് കസ്റ്റംസ് ആണ് ഇവിടെ പറയുന്നത്.
ജനറൽ കസ്റ്റം, ലോക്കൽ കസ്റ്റം, കൺവെൻഷണൽ കസ്റ്റം. ജനറൽ കസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടറിയിൽ ത്രൂ ഔട്ടായിട്ട് പ്രിവൈൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കസ്റ്റം. ആ ഒരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടറി അവിടെ ത്രൂ ഔട്ടായിട്ട് ഈ ഒരു കസ്റ്റം പ്രിവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനറൽ കസ്റ്റം എന്ന് പറയും. ലോക്കൽ കസ്റ്റം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു പാർട്ട് അവിടെ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കസ്റ്റമാണ് ലോക്കൽ കസ്റ്റം. കൺവെൻഷണൽ കസ്റ്റം എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റിൻ്റെ പാർട്ടീസിന് ബൈൻഡിങ് ആയിട്ട് വരുന്ന കസ്റ്റമാണ് കൺവെൻഷണൽ കസ്റ്റം. രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു റിലേറ്റഡ് ടു ട്രേഡ് റിലേറ്റഡ് ആയിട്ട്. നമ്മൾ ലോയിൽ എന്ത് പ്രസ്യൂം ചെയ്യുന്നു? അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു ഇൻ അക്കോർഡൻസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് കൺവെൻഷൻ അല്ലെങ്കിൽ യൂസേജ് ഓഫ് ദാറ്റ് ട്രേഡ്. അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു എങ്ങനെ? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കൺവെൻഷൻ വഴി അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് അതിൻ്റെ ഉപയോഗം വഴി അവർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസ്യൂം ചെയ്യുന്നു ലോയിൽ. എല്ലാ കസ്റ്റം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സോഴ്സ് ഓഫ് ലോ ആയിട്ട്, അല്ലെങ്കിൽ എല്ലാ കസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോർട്ടിൽ റെക്കഗ്നൈസ് ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനും പറ്റണമെന്നില്ല. ജൂറിസ്റ്റ്സ് ആൻഡ് കോർട്സ് ഹാവ് ലേഡ് ഡൗൺ സം essential test for custom to be recognized as valid source of law. വാലിഡ് സോഴ്സ് ഓഫ് ലോ ആയിട്ട് കസ്റ്റത്തിനെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ജൂറിസ്റ്റ്സും കോർട്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചില ഫീച്ചറൽ ടെസ്റ്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ ടെസ്റ്റ് കസ്റ്റമിന് നടത്തുന്നുണ്ട്. എന്നിട്ട് മാത്രമേ അതിനെ വാലിഡ് സോഴ്സ് ഓഫ് ലോ ആയിട്ട് കാണുന്നുള്ളൂ. ഈ ടെസ്റ്റിനെയാണ് താഴെ സമ്മറൈസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ആൻറ്റിക്വിറ്റി. ലോങ് ടൈം പീരീഡിലേക്ക് വാലിഡായിട്ട് കസ്റ്റംസ് ലീഗലി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈവൻ ബിയോണ്ട് ഹ്യൂമൻ മെമ്മറി അത് എന്തായിരിക്കണം? കസ്റ്റംസ് വാലിഡായിട്ട് ലീഗലി വാലിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ലോങ് ടൈം പീരീഡിലേക്ക് എക്സിസ്റ്റ് ചെയ്യണം. കുറേ നാളായിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കസ്റ്റംസിനെ മാത്രമേ നമുക്ക് ലീഗലി വാലിഡായിട്ട് കാണാൻ പറ്റൂ. ഈവൻ ബിയോണ്ട് ഹ്യൂമൻ മെമ്മറി, മനുഷ്യൻ്റെ മെമ്മറിക്കും ബിയോണ്ടായിട്ട് ലോങ് ടൈം പീരീഡിലേക്ക് എക്സിസ്റ്റൻസ് ഉള്ള കസ്റ്റംസിനെ നമുക്ക് ലീഗലി വാലിഡായിട്ട് കാണാൻ പറ്റുമല്ലോ. പക്ഷേ ഇന്ത്യയിൽ കസ്റ്റത്തിൻ്റെ ആൻറ്റിക്വിറ്റി ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ലിമിറ്റൊന്നും അങ്ങനെ ഇല്ല. ഒൺലി കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസിലുണ്ടായിരിക്കണം. സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ അത് നമുക്ക് നമ്മുടെ അറിവിലും ബിയോണ്ടായിട്ട് നമുക്ക് ടൈം ഇമ്മെമ്മോറിയൽ നമുക്ക് ഓർമ്മയ്ക്കും അതീതമായിട്ട് നമുക്ക് അറിയത്തില്ലാത്ത ടൈമിലും അത് ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ആ ഒരു കസ്റ്റം പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ടാവണം. അതായത് ഇത്രയേ ഉള്ളൂ. ആൻറ്റിക്വിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റം വാലിഡ് ആവണമെങ്കിൽ കുറേ നാളായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് വരുന്നതായിരിക്കണം. ഇന്ത്യയിൽ അങ്ങനെ പ്രത്യേകിച്ച് ആൻറ്റിക്വിറ്റി ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ടൈം ലിമിറ്റ് ഒന്നുമില്ല. പക്ഷേ അത് പ്രാക്ടീസിലുണ്ടായിരിക്കണം ഫോർ ദ ടൈം ഇമ്മെമ്മോറിയൽ. നെക്സ്റ്റ്, കണ്ടിന്യൂസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റം വാലിഡ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്ന കസ്റ്റത്തിനെ മാത്രമേ നമുക്ക് വാലിഡായിട്ട് പറയാൻ പറ്റുള്ളൂ. ഒരു കൈൻഡ് ഓഫ് ഇൻട്രപ്ഷനും ഇല്ലാതെ നമ്മളത് എൻജോയ് ചെയ്യണം. സോ ലോങ് ഇൻ്റർവെൽസ് ആൻഡ് ഡിസ്റപ്റ്റഡ് പ്രാക്ടീസ് ഓഫ് കസ്റ്റം റേസ് ഡൗട്ട്സ് അബൌട്ട് വാലിഡിറ്റി ഓഫ് ദ സെയിം. അതായത് കസ്റ്റത്തിൻ്റെ വാലിഡിറ്റിയെ ചോദ്യം ചെയ്ത് വരുന്ന ഡൗട്ട്സ് റേസ് ചെയ്യുന്ന കാര്യമാണ് ലോങ് ഇൻ്റർവെൽസ്. കസ്റ്റത്തിൻ്റെ ലോങ് ഇൻ്റർവെൽസ് അല്ലെങ്കിൽ ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ്. എക്സസൈസ്ഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റിൻ്റെ മാറ്ററായിട്ട് എക്സസൈസ് ചെയ്യുന്നു. അതായത് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് അത് എക്സസൈസ് ചെയ്തിട്ടുണ്ടാവണം. കസ്റ്റം നമ്മൾ ഓപ്പൺലി എൻജോയ് ചെയ്യണം. ആൻഡ് കമ്മ്യൂണിറ്റിയുടെ നോളജും ഉണ്ടായിരിക്കണം. സീക്രട്ട്ലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നല്ല കസ്റ്റം എന്ന് പറയുന്നത്. ആചാരം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺലി പ്രാക്ടീസ് ചെയ്യേണ്ടതും എൻജോയ് ചെയ്യേണ്ടതും ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. മാത്രമല്ല കമ്മ്യൂണിറ്റിക്ക് അതിനെപ്പറ്റി നോളജ് ഉണ്ടായിരിക്കണം. സീക്രട്ട്ലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നല്ല. കസ്റ്റം മാറ്റർ ഓഫ് റൈറ്റ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. കസ്റ്റം മസ്റ്റ് ബി പ്രൂവ് ടു ബി എ മാറ്റർ ഓഫ് റൈറ്റ്. അതൊരു അവകാശമായിരിക്കണം. കസ്റ്റം എന്ന് പറയുന്ന അവകാശമായിട്ടുള്ള അവരുടെ അവകാശമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം ആ ഒരു കസ്റ്റം. ഒരു റൈറ്റിൻ്റെ മിയർ ആയിട്ടുള്ള ഡൗട്ട്ഫുൾ എക്സസൈസ് എന്ന് പറയുന്നത്
ആ കസ്റ്റത്തിനെ വാലിഡായിട്ട് ക്ലെയിം ചെയ്യാൻ സഫീഷ്യൻ്റ് അല്ല. അതായത് കണ്ടിന്യൂസ് ടെസ്റ്റ് എന്ന് പറയുമ്പം കസ്റ്റം വാലിഡ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, ഓപ്പൺലി നമ്മൾ എൻജോയ് ചെയ്യണം ആ കസ്റ്റം വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ. ലോങ് ഇൻ്റർവെൽസും ഡിസ്ട്രപ്റ്റഡ് പ്രാക്ടീസും റേസ് ചെയ്യുന്നു, വാലിഡിറ്റിനെ കുറിച്ച് ഡൗട്ട്സ് റേസ് ചെയ്യുന്നു. എക്സസൈസ് ചെയ്യേണ്ടത് കസ്റ്റത്തിനെ എക്സസൈസ് ചെയ്യേണ്ടത് മാറ്റർ ഓഫ് റൈറ്റ്, അവരുടെ ഒരു അവകാശമായിട്ട് വേണം പ്രൂവ് ചെയ്യണം. കസ്റ്റത്തിനെ നമ്മൾ പ്രൂവ് ചെയ്യണത് മാറ്റർ ഓഫ് റൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. മാത്രമല്ല അത് സീക്രട്ട്ലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നുമില്ല. കസ്റ്റം എൻജോയ് ചെയ്യേണ്ടത് ഓപ്പൺലി ആയിരിക്കണം. മാത്രമല്ല കമ്മ്യൂണിറ്റിയുടെ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മിയർ ഡൗട്ട്ഫുൾ എക്സസൈസ് ഓഫ് റൈറ്റ്, ഒരു റൈറ്റിൻ്റെ മിയർ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു എക്സസൈസ് എന്ന് പറയുന്നത് വാലിഡ് കസ്റ്റത്തിനെ വാലിഡായിട്ട് ക്ലെയിം ചെയ്യാൻ അത് സഫീഷ്യൻ്റ് അല്ല. നെക്സ്റ്റ് റീസണബിൾനെസ്. കസ്റ്റം മസ്റ്റ് കൺഫോം ടു നോംസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി. ജസ്റ്റിസ് അല്ലെങ്കിൽ പബ്ലിക് യൂട്ടിലിറ്റി അതിൻ്റെ നോംസ് ആയിട്ട് കൺഫോം ചെയ്തിരിക്കണം കസ്റ്റം. അതായത് കസ്റ്റവും നോംസ് ഓഫ് ജസ്റ്റിസും പബ്ലിക് യൂട്ടിലിറ്റിയും ഒക്കെ ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതായത് ഒരുമിച്ച് പോകണം. ജസ്റ്റിസിനെയോ പബ്ലിക് യൂട്ടിലിറ്റീനെയോ അഫക്റ്റ് ചെയ്യാൻ പാടില്ല കസ്റ്റം. കസ്റ്റം വാലിഡ് ആവണമെങ്കിൽ റാഷണാലിറ്റിയുടെയും റീസണിൻ്റെയും ബേസ്ഡ് ആയിട്ടായിരിക്കണം അത് എക്സിസ്റ്റ് ചെയ്യാൻ. കസ്റ്റം ഇൻകൺവീനിയൻസ് കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്ചീഫ് ദാൻ കൺവീനിയൻസിനെ കാട്ടി മിസ്ചീഫാണ് അത് കോസ് ചെയ്യാൻ ലൈക്ലി ആയിട്ടുള്ളെങ്കിൽ കസ്റ്റം വാലിഡ് ആവില്ല. റീസണബിൾനെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് റീസണബിൾ ആയിരിക്കണം ആ ഒരു കസ്റ്റം. അതായത് ജസ്റ്റിസിൻ്റെ നോംസ് അല്ലെങ്കിൽ പബ്ലിക് യൂട്ടിലിറ്റിയുടെ നോംസ് ഇതെല്ലാം ആയിട്ട് കൺഫേം ആയിരിക്കണം കസ്റ്റമും ഇതിനെ അഫക്റ്റ് ചെയ്യാനോ ഇതിൽ നിന്ന് അൾട്രാവയർ ചെയ്യാനോ പാടില്ല. കസ്റ്റം വാലിഡ് ആണെങ്കിൽ റാഷണാലിറ്റി റീസൺ ബേസ്ഡ് ആയിട്ടായിരിക്കണം കസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നത്. കസ്റ്റം ഇൻകൺവീനിയൻസ് ആണ് കൂടുതൽ കോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺവീനിയൻസിനെക്കാട്ടി മിസ്ചീഫാണ് കോസ് ചെയ്യുന്നതെങ്കിൽ ആ കസ്റ്റം വാലിഡ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻവാലിഡ്. നെക്സ്റ്റ് മൊറാലിറ്റി. കസ്റ്റം ഇമ്മോറലാണ് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരെയാണ് അല്ലെങ്കിൽ ഒപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് കസ്റ്റം ആയിട്ട് പറയാനേ പറ്റില്ല. കനോട്ട് ബി എ വാലിഡ് കസ്റ്റം. അതിന് ഒരു വാലിഡായിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മെനി കസ്റ്റംസിനെ കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻവാലിഡായിട്ട് ആസ് ദേ വർ പ്രാക്ടീസ് ഫോർ ഇമ്മോറൽ പർപ്പസ്. അതായത് ഇമ്മോറൽ പർപ്പസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട് ഉള്ള മിക്കുള്ള കസ്റ്റംസ്, എല്ലാ കസ്റ്റംസിനെ കോർട്ട് തന്നെ ഇൻവാലിഡായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, സിൻസ് അത് ഇമ്മോറൽ പർപ്പസിന് യൂസ് ചെയ്തു എന്ന ഒരു റീസൺ വെച്ച്. ബോംബെ ഹൈക്കോർട്ട് മധുര നൈക്കോൺ വേഴ്സസ് എസ്യു നെയ്ക്കിൻ ആ കേസിൽ ബോംബെ ഹൈക്കോർട്ട് 1880 ILR 4 Bomb 545 അത് കേസിന് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. അതായത് ബോംബെ ഹൈക്കോർട്ട് ഈ പറയുന്ന കേസിൽ എന്ത് ഹെൽഡ് ചെയ്തു? ഒരു ഗേളിനെ ഇമ്മോറൽ പേർപ്പസിന് അഡോപ്റ്റ് ചെയ്യുന്നത് ഇല്ലീഗലാണെന്ന് ഉള്ളൊരു കസ്റ്റം, അതായത് ആ ഒരു ആചാരം ഇല്ലീഗലാണെന്ന് കോർട്ട് ഹെൽഡ് ചെയ്തു. അത് ഇമ്പറേറ്റീവാണ്. എന്ത്? കസ്റ്റം മസ്റ്റ് നോട്ട് ബി ഒപ്പോസ്ഡ് ഓർ കോൺട്രറി ടു ലെജിസ്ലേഷൻ. കസ്റ്റം എന്ന് പറയുന്നത് ലെജിസ്ലേഷനെ അതിനെ എതിർക്കാനോ അതിനെ ഒപ്പോസ് ചെയ്യാനോ അതിനെ കോൺട്രറി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനോ പാടില്ല ഒരു കസ്റ്റവും. മെനി കസ്റ്റം ഹാവ് ബീൻ അബ്രോഗേറ്റഡ് ബൈ ലോ ഇനാക്റ്റഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് ബോഡീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് ബോഡീസ് ഇനാക്ട് ചെയ്തിരിക്കുന്ന ലോ മെനി കസ്റ്റംസിനെയും അബ്രോഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് കസ്റ്റമറി പ്രാക്ടീസ് ഓഫ് ചൈൽഡ് മാരേജ് ഒഫൻസായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ചൈൽഡ് മാരേജിൻ്റെ കസ്റ്റമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. എന്തിന്? ചൈൽഡ് മാരേജ്. അത് ഒഫൻസായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലെജിസ്ലേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്? അഡോപ്ഷൻ ലോസിൽ പല ചേഞ്ചസും വന്നിട്ടുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. അഡോപ്ഷൻ ലോ ഇന്ത്യയിൽ ലെജിസ്ലേഷൻ വഴി ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ ആണ് ഏൻഷ്യൻ ഇന്ത്യയിൽ. ഈവൻ ബ്രിട്ടീഷേഴ്സ് ആദ്യം നോൺ ഇൻ്റർവെൻഷൻ ഇൻ പേഴ്സണൽ മാറ്റേഴ്സ് ഓഫ് ഹിന്ദു ആൻഡ് മുസ്ലിംസ്
ആദ്യം ബ്രിട്ടീഷ് വരെ ഇനിഷ്യലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ ഇൻ പേഴ്സണൽ മാറ്റേഴ്സ് ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. അതായത് കസ്റ്റംസ്, അത് റിലീജിയനാണ്. കസ്റ്റംസ് മുസ്ലിംസ് അവരുടെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഇടപെടാതെ ഇരുന്നിട്ടുള്ള ആ ഒരു പോളിസി ഇനിഷ്യലി ബ്രിട്ടീഷേഴ്സ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കസ്റ്റം എന്ന് പറയുന്നത് നോട്ട് യൂണിഫോം. കസ്റ്റം യൂണിഫോം ആവണം എന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആവണം എന്നുമില്ല ത്രൂ ഔട്ട് ദി കൺട്രി. രാജ്യത്ത് മൊത്തം നമ്മൾ ഒരു കസ്റ്റം യൂണിഫോമായിട്ട് അഡോപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ട് അഡോപ്റ്റ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. ഒരു രാജ്യത്തിൻ്റെ ചില റീജിയൻസിൽ അവരുടേതായിട്ടുള്ള കസ്റ്റംസ് യൂസേജസ് ഒക്കെ ഉണ്ട്. ഇൻഡിപെൻഡൻസിന് ശേഷം കസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആസ് എ സോഴ്സ് ഓഫ് ലോ ആയിട്ട് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ലോ ആയിട്ട് കസ്റ്റത്തിൻ്റെ യൂസേജ് ഡിമിനിഷ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്. മാത്രമല്ല ലെജിസ്ലേഷന് കൂടുതൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഗെയിൻ കിട്ടിയിട്ടുമുണ്ട്. എന്തിന്? ലെജിസ്ലേഷന്. ഇന്ത്യൻ ലോയുടെ ലാർജ് പാർട്ട് എസ്പെഷ്യലി പേഴ്സണൽ ആയിട്ടുള്ള ലോസ് ഇപ്പോഴും കസ്റ്റംസ് ഗവേൺ ചെയ്തിട്ടാണ് ഉള്ളത്. അതായത് കസ്റ്റംസാൽ ഗവേൺ ചെയ്യപ്പെട്ടിട്ടാണ് ഇപ്പോഴും എസ്പെഷ്യലി പേഴ്സണൽ ലോസ് ഇന്ത്യൻ ലോയിൽ ഒരു ലാർജ് പാർട്ട് ഇപ്പോഴും കസ്റ്റം ബേസ്ഡ് ആയിട്ടാണ് ഗവേൺ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ്, ജുഡീഷ്യൽ പ്രസിഡൻറ്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ. ആദ്യം നമ്മൾ നോക്കിയിട്ടുള്ള കസ്റ്റത്തിനെ കുറിച്ചാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജുഡീഷ്യൽ പ്രസിഡൻറ്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ജുഡീഷ്യൽ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ കോർട്ടിൻ്റെ പ്രീവിയസ്ലി ഡിസൈഡഡ് ജഡ്ജ്മെൻറ്റ്. അതായത് സുപ്പീരിയർ കോർട്ട് എന്ന് പറയുമ്പോൾ ഹൈക്കോർട്ട്സും സുപ്രീം കോർട്ടും, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ഇങ്ങനെയുള്ള സുപ്പീരിയർ കോർട്ട്സിൻ്റെ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജഡ്ജ്മെൻറ്റിനെയാണ് നമ്മൾ ജുഡീഷ്യൽ പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. വിച്ച് ജഡ്ജസ് ആർ ബൗണ്ട് ടു ഫോളോ. അത് ജഡ്ജസ് ഫോളോ ചെയ്യണം എന്നുള്ളത് അവരെ ബൈൻഡ് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് പോലെയാണ്. അതായത് ജഡ്ജസ് ഈ പറയുന്ന ജുഡീഷ്യൽ പ്രസിഡൻറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ കോർട്ട്സിൽ നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുള്ള പ്രീവിയസ്ലി ഡിസൈഡഡ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റാണ്. ഇതെല്ലാ ജഡ്ജസും ഫോളോ ചെയ്യണം. ഈ ബൈൻഡിങ് ക്യാരക്ടർ ഓഫ് പ്രീവിയസ്ലി ഡിസൈഡഡ് കേസസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട് ഇത്? കോർട്ടിൻ്റെ ഹൈറാർക്കി. അതായത് ഹൈക്കോർട്ട്സ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെ താഴെയാണ്, അല്ലെങ്കിൽ സുപ്രീം കോർട്ടാണ് ഹൈക്കോർട്ട്സിൻ്റെ മുകളിൽ വരുന്നത്. സോ ആ ഒരു സുപ്പീരിയോറിറ്റിയുടെ ബേസ് അല്ലെങ്കിൽ കോർട്ട്സിൻ്റെ ഹൈറാർക്കി കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ലീഗൽ സിസ്റ്റത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ്ലി ഡിസൈഡ് കേസസ്. ഇതിൻ്റെ ബൈൻഡിങ് ക്യാരക്ടർ കൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് പെർട്ടിക്കുലർ കൺട്രി. അതായത് ഒരു പെർട്ടിക്കുലർ കൺട്രിയുടെ ലീഗൽ സിസ്റ്റത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോർട്ടിൻ്റെ ഹൈറാർക്കി അത് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പ്രീവിയസ്ലി ഡിസൈഡഡ് കേസ് എന്ന് പറയുന്നത് അതിനൊരു ബൈൻഡിങ് ക്യാരക്ടറുണ്ട്. ദാറ്റ് ബൈൻഡിങ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ കേസിൽ ഈ ഒരു ഹൈറാർക്കി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഹൈറാർക്കിയാണ് ഇന്ത്യയിൽ പ്രസിഡൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ജുഡീഷ്യൽ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ ആണ്. പക്ഷേ അത് കസ്റ്റത്തിൻ്റെ അത്രയും ഓൾഡും അല്ല, ലെജിസ്ലേഷൻ്റെ അത്രയും മോഡേണും അല്ല. എന്ത്? ജുഡീഷ്യൽ പ്രസിഡൻ്റ്. ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റത്തിലെയും മറ്റ് കോമൺ ലോ കൺട്രീസ് ആസ് ഓഫ് അതർ കോമൺ ലോ കൺട്രീസ് വിച്ച് ഫോളോ ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റം. അതായത് ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന മറ്റ് കോമൺ ലോ കൺട്രീസ് അവരുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ ജുഡീഷ്യൽ പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. മിക്കുള്ള ഡെവലപ്ഡ് ലീഗൽ സിസ്റ്റത്തിലും ജുഡീഷ്യറി എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവയവമായിട്ടാണ് നമ്മൾ കാണുന്നത്. മോഡേൺ സൊസൈറ്റീസിൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ വഴിയാണ് സിറ്റിസൺസിൽ കൺഫർ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ജുഡീഷ്യറിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ റൈറ്റ്സ് ഒക്കെ അഡ്ജൂഡിക്കേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് നടത്തുക, അതിൻ്റെ പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷനൊക്കെ നടത്തുക എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ തന്നെ. ജഡ്ജസ് എന്ത് ഡിസൈഡ് ചെയ്യുന്നു?
ജഡ്ജസ് ഈ കാര്യങ്ങൾ, അതായത് ജുഡീഷ്യൽ പ്രസിഡൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ലെജിസ്ലേഷൻ്റെ ബേസിസിലാണ്. മാത്രമല്ല പ്രിവെയിലിംഗ് കസ്റ്റംസിൻ്റെയും ബേസിസിലാണ്. അതായത് ലെജിസ്ലേഷൻ്റെയും പ്രിവെയിലിംഗ് ആയിട്ടുള്ള കസ്റ്റംസിൻ്റെ ബേസിസിലാണ് ജഡ്ജസ് ഈ കാര്യങ്ങളൊക്കെ, ഈ മാറ്റേഴ്സൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഇൻ്റർപ്രറ്റ് ചെയ്യാന്നുള്ളൊരു ക്രിയേറ്റീവ് റോളും അവർ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ദേ ഓൾസോ പ്ലേ ക്രിയേറ്റീവ് റോൾ ബൈ ഇൻ്റർപ്രറ്റിംഗ് ലോ. അവർ മീൻസ് ജഡ്ജസ് എന്തൊരു ക്രിയേറ്റീവ് റോളും ചെയ്യുന്നുണ്ട്. ദേ ക്യാരി ഔട്ട് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ദ ലോ. ഇവർ ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം പ്രിവെയിലിംഗ് കസ്റ്റംസ് ലെജിസ്ലേച്ചേഴ്സ് ബേസ്ഡ് ആയിട്ട് അവർ ജുഡീഷ്യൽ പ്രസിഡൻസ് മേക്ക് ചെയ്യുന്നുണ്ട്. ഇത് എക്സസൈസ് ചെയ്യുന്ന വഴി അവരെന്തൊക്കെ കാര്യങ്ങൾ ലേ ഡൗൺ ചെയ്യുന്നുണ്ട്, പുതിയ പ്രിൻസിപ്പിൾസും റൂൾസും, അതൊക്കെ ലോവർ കോർട്ടിൽ ജനറലി ബൈൻഡിങ് ആണ് വിത്തിൻ ലീഗൽ സിസ്റ്റം. ഒരു ലീഗൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള ലോവർ കോർട്ട്സിൽ ജനറലി ബൈൻഡിങ് ആയിട്ടുള്ള പുതിയ പ്രിൻസിപ്പിൾസും റൂൾസ് എല്ലാം ഇവർ ലേ ഡൗൺ ചെയ്യുന്നുണ്ട് ബൈ എക്സസൈസിങ് ദിസ് ജുഡീഷ്യൽ പ്രസിഡൻറ്റിൻ്റെ മേക്കിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ വഴി അവർ പുതിയ പ്രിൻസിപ്പിൾസ് റൂൾസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് ലോവർ കോർട്ട്സിൽ ബൈൻഡിങ് ആണ്, ജനറലി ബൈൻഡിങ് ആണ് വിത്തിൻ ദ ലീഗൽ സിസ്റ്റം. ഒരു ലീഗൽ സിസ്റ്റത്തിൽ ഉള്ളിൽ വരുന്ന ലോവർ കോർട്ട്സിന് അത് ആപ്ലിക്കബിൾ ആണ്. സുപ്രീം കോർട്ട് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം ജുഡീഷ്യൽ അതോറിറ്റിയാണ്. സുപ്രീം കോർട്ട് എന്ന് പറയുന്ന സുപ്രീം ആയിട്ടുള്ള ജുഡീഷ്യൽ അതോറിറ്റിയാണ്. ആൻഡ് സ്ട്രീംലൈൻഡ് സിസ്റ്റം ഓഫ് കോർട്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് സുപ്രീം കോർട്ടാണ് ജുഡീഷ്യൽ അതോറിറ്റിയിൽ സുപ്രീം പൊസിഷനുള്ളത്. മാത്രമല്ല സ്ട്രീംലൈൻഡ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് കോർട്ട്സും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട് സുപ്രീം കോർട്ടിൽ. അതായത് സുപ്രീം കോർട്ട്സ് എന്ന് പറയുന്നത് സുപ്രീം ജുഡീഷ്യൽ അതോറിറ്റിയാണ്. ആൻഡ് സ്ട്രീംലൈൻഡ് സിസ്റ്റം ഓഫ് കോർട്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ കോർട്ട്സിനും ബൈൻഡിങ് ആണ് സുപ്രീം കോർട്ട്. പക്ഷേ അതിൻ്റെ ഓൺ ഡിസിഷൻസുമായിട്ട് സുപ്രീം കോർട്ട് ബൗണ്ടല്ല. അതായത് സുപ്രീം കോർട്ട് പറയുന്ന ഡിസിഷൻസ് എല്ലാം എല്ലാ കോർട്ട്സും, ഇന്ത്യയിലുള്ള എല്ലാ കോർട്ട്സും അവരെല്ലാം ബൈൻഡ് ചെയ്യും. മീൻസ് അവരെല്ലാം അത് ഫോളോ ചെയ്യണം. പക്ഷേ ദാറ്റ് വോണ്ട് ബൈൻഡ് ഇറ്റ്സ് ഓൺ ഡിസിഷൻ. അതായത് സുപ്രീം കോർട്ട് ആ ഡിസിഷനുമായിട്ട് ബൗണ്ടല്ല. അതെല്ലാം ഫോളോ ചെയ്യണമെന്നില്ല. സുപ്രീം കോർട്ട് ഓൺ ഡിസിഷൻസ് ഫോളോ ചെയ്യണമെന്നില്ല. ഓർ ഡിസിഷൻസ് ഓഫ് പ്രിവി കൗൺസിൽ ഓർ ഫെഡറൽ കോർട്ടിൻ്റെയോ പ്രിവി കൗൺസിലിൻ്റെയോ സുപ്രീം കോർട്ടിൻ്റെ തന്നെയോ ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും ആയിട്ട് സുപ്രീം കോർട്ട് ബൗണ്ടല്ല. പക്ഷേ ഇറ്റ് ബൈൻഡ്സ് ഓൺ ഓൾ കോർട്ട്സ് ഇൻ ഇന്ത്യ. AIR 1991 SC 2176. നെക്സ്റ്റ് ഹൈ കോർട്ട്സ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് വിത്തിൻ ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ. അതിൻ്റെ നിയമപരിധിയിൽ വെച്ചുകൊണ്ടുള്ള എല്ലാ കോർട്ട്സിലും ബാധ്യമാണ്. ദാറ്റ് മീൻസ് ബൈൻഡിങ് ആണ്. ഹൈ കോർട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ ഹൈക്കോർട്ടിൻ്റെയും ജൂറിസ്ഡിക്ഷനിലുള്ള എല്ലാ കോർട്ട്സും അത് പറയുന്ന ഡിസിഷൻസ് എല്ലാം ഫോളോ ചെയ്യണം. ഓൺലി പെർസ്വേസീവ് വാല്യൂ ഫോർ കോർട്ട്സ് ഔട്ട്സൈഡ് ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ. അതിൻ്റെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള കോർട്ട്സിന് പെർസ്വേസീവ് വാല്യൂ മാത്രമേ ഉള്ളൂ. സെയിം കോർട്ടിൻ്റെ ഡിസിഷനുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നാൽ ആൻഡ് ബെഞ്ച് ഓഫ് ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ബെഞ്ചുമായിട്ടോ സെയിം കോർട്ടിൻ്റെ ഡിസിഷനുമായിട്ടോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നുവാണെങ്കിൽ റെഫർ ടു എ ഹയർ ബെഞ്ച്. ദാറ്റ് മീൻസ് ഇത്രയേ ഉള്ളൂ. In case of conflict with decision of same court and bench of equal strength, refer to a higher bench. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുന്നു സെയിം കോർട്ടിൻ്റെ ഡിസിഷനായിട്ട് അല്ലെങ്കിൽ ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ബെഞ്ച്, അതിന് നമ്മൾ ഹയർ ബെഞ്ച് എന്ന് പറയും. ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ബെഞ്ചിന് ഹയർ ബെഞ്ച് എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഹയർ ബെഞ്ചുമായിട്ടോ അല്ലെങ്കിൽ സെയിം കോർട്ടിൻ്റെ ഡിസിഷൻസോ ആയിട്ടോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നാൽ പ്രിവി കൗൺസിലിൻ്റെ ഡിസിഷൻസ് അല്ലെങ്കിൽ ഫെഡറൽ കോർട്ടിൻ്റെ ഡിസിഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ആസ് ലോങ് ആസ് ദേ ഡു നോട്ട് കോൺഫ്ലിക്റ്റ് വിത്ത് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൻ്റെ ഡിസിഷനുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല. സോ ഇത്രയേ ഉള്ളൂ. ഹൈക്കോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന എല്ലാ കോർട്ടും ബൈൻഡിങ് ആണ്. ഒരു പെർസ്വേസീവ് വാല്യൂ മാത്രമേ
ഔട്ട്സൈഡ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള കോർട്സിനുള്ളൂ. പെർസ്യൂസീവ് വാല്യൂ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് സെയിം കോർട്ടിൻ്റെ ഡിസിഷനുമായിട്ടോ അല്ലെങ്കിൽ ബെഞ്ച് ഓഫ് ഈക്വൽ സ്ട്രെങ്ത് റെഫർ ടു ആസ് ഹയർ ബെഞ്ചുമായിട്ട് അവരുമായിട്ടോ എന്തെങ്കിലും അവരുടെ ഡിസിഷനായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നാൽ നമ്മൾ എന്ത് ഫോളോ ചെയ്യണം? പ്രിവി കൗൺസിലിൻ്റെ ഡിസിഷൻസ് മാത്രമല്ല ഫെഡറൽ കോർട്ടിൻ്റെ ഡിസിഷൻസ് ഇതൊക്കെ ഫോളോ ചെയ്യണം. ആസ് ലോങ് ആസ് അവരെന്ത് കോൺഫ്ലിക്റ്റ് ചെയ്യാൻ പാടില്ല? സുപ്രീം കോർട്ടിൻ്റെ ഡിസിഷൻസിനെ കോൺഫ്ലിക്റ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആംബിറ്റിൽ നിന്നുകൊണ്ട് ഇത് ഫോളോ ചെയ്യുക. ലോവർ കോർട്സ് എന്ന് പറയുമ്പോൾ ഹയർ കോർട്സിൻ്റെ ഡിസിഷൻ ഫോളോ ചെയ്യാൻ അവർ ബൗണ്ടാണ്. ഇൻ ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ്, ഒരേ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ, ഇൻ പ്രിഫറൻസ് ടു ഹയർ കോർട്സ് ഓഫ് അതർ സ്റ്റേറ്റ്. അതായത് മറ്റ് സ്റ്റേറ്റിലെ ഹയർ കോർട്സ് വെച്ച് നോക്കുമ്പോൾ സ്വന്തം സ്റ്റേറ്റിലെ ഹയർ കോർട്സിൻ്റെ ഡിസിഷനാണ് ലോവർ കോർട്സ് ഫോളോ ചെയ്യാനുള്ളത്. ജുഡീഷ്യൽ ഡിസിഷനെ നമുക്ക് എന്തായിട്ട് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റേഷ്യോ ഡിസൈഡൻറ്റി ഓർ റേഷ്യോ ഡിസിഡൻറ്റി ആൻഡ് ഒബിറ്റർ ഡിക്റ്റ. റേഷ്യോ ഡിസിഡൻറ്റി എന്ന് പറയുമ്പോൾ ബൈൻഡിങ് പാർട്ട് ഓഫ് ജഡ്ജ്മെൻറ്റിൻ്റെ ബൈൻഡിങ് പാർട്ടിനെയാണ് നമ്മൾ റേഷ്യോ ഡെസിഡൻറ്റി എന്ന് പറയുന്നത്. അത് ലിറ്ററലി എന്താണ് മീൻ ചെയ്യുന്നത്? റീസൺ ഫോർ ഡിസിഷൻ. എന്തൊക്കെയാണ് ആ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള റീസൺസ്, എന്ത് കാരണങ്ങൾ വെച്ചിട്ടാണ് ഈ ഡിസിഷൻ മേക്ക് ചെയ്തിട്ടുള്ളത്, അതിനെ നമ്മൾ ജനറൽ പ്രിൻസിപ്പിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ ഫാക്ട്സിൽ നിന്ന് കോർട്ട് ഡിഡക്റ്റ് ചെയ്യും. അതായത് ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ ഫാക്ട്സിൽ നിന്ന് കോർട്ട്സ് ഡിഡക്റ്റ് ചെയ്യുന്ന ജനറൽ പ്രിൻസിപ്പിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? റേഷ്യോ ഡിസിഡൻറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ആ ജഡ്ജ്മെൻറ്റിൻ്റെ ബൈൻഡിങ് പാർട്ടാണ്. ജഡ്ജ്മെൻറ്റിൽ കുറേ കാണും, അതിൽ ബൈൻഡിങ് പാർട്ട് മാത്രമാണ് എന്ത്? റേഷ്യോ ഡിസിഡൻറ്റി. ഇതെന്ന് പറയുന്നത് ഡിസിഷൻ ഉണ്ടാക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ്, എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ, ഈ ലൂപ്പ് ഹോൾസൊക്കെ കാരണമാണ് ഈ ഒരു ലോ നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ജഡ്ജ്മെൻറ്റ് കോർട്ട് എടുത്തിട്ടുള്ളത്. ഇതിനെയാണ് ജുഡീഷ്യൽ ഡിസിഷൻസിൻ്റെ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ റേഷ്യോ ഡിസിഡൻറ്റി എന്ന് പറയുന്നത്. സിമിലർ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഇൻവോൾവ് ചെയ്യുന്ന ഫ്യൂച്ചർ കേസസിലും ലോവർ കോർട്ട്സ് ജനറലി ബൗണ്ട് ആവും ഈ കാര്യം. അതായത് റേഷ്യോ ഡിസിഡൻറ്റി എന്ന് പറയുന്നത് ജനറലി ബൈൻഡിങ് ആവും ആർക്ക്? ലോവർ കോർട്ട്സിന്. ഏത് കേസിൽ? ഫ്യൂച്ചർ കേസസ്, ഇതേ സിമിലർ ക്വസ്റ്റ്യൻ ഓഫ് ലോ വരുന്ന ഫ്യൂച്ചർ കേസസിൽ ആർക്ക് ബൗണ്ട് ആവും? ലോവർ കോർട്ട്സിൽ ഇത് ജനറലി ബൗണ്ട് ആവും. നെക്സ്റ്റ് ഒബീറ്റർ ഡിക്റ്റം എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസിൻ്റെ പാർട്ടാണ്. അതെന്ന് പറയുന്നത് ജനറൽ ഒബ്സർവേഷനാണ്, ജഡ്ജിൻ്റെ ജനറലായിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. അതിന് ബൈൻഡിങ് അതോറിറ്റി ഒന്നും ഇല്ല. ഒബീറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസിൻ്റെ പാർട്സ് തന്നെയാണ്. അതെന്ന് പറയുമ്പോൾ ജനറൽ ഒബ്സർവേഷനാണ്. ആരുടെ? ജഡ്ജിൻ്റെ ജനറലായിട്ടുള്ള ഒബ്സർവേഷനാണ്. അതിന് ബൈൻഡിങ് അതോറിറ്റി ഒന്നും ഇല്ല. പക്ഷേ ഹയർ ജുഡീഷ്യറിയുടെ ഒബീറ്റർ, അതിന് നമ്മൾ ഡ്യൂ കൺസിഡറേഷൻ കൊടുക്കും. ആര്? ലോവർ കോർട്ട്സ്. അതിനൊരു പെർസ്യൂസീവ് വാല്യൂ ഉണ്ട്. അതായത് ലോവർ കോർട്ട്സ് ഹയർ ജുഡീഷ്യറിയുടെ ഒബീറ്ററിന് ഒരു ഡ്യൂ കൺസിഡറേഷൻ കൊടുക്കും. മാത്രമല്ല ഒരു പെർസ്യൂസീവ് വാല്യൂ ഉണ്ട് ഒബീറ്റർ ഡിക്റ്റയ്ക്ക്. അതായത് സിസ്റ്റം ഓഫ് പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ കോർട്ടിൻ്റെ ഹൈറാർക്കി ബേസ്ഡ് ആയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഈ പ്രസിഡൻറ്റിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് ഒക്കെ കൺസിഡർ ചെയ്തപ്പോൾ, അതായത് റേഷ്യോ മീൻസ് റേഷ്യോ ഡിസിഡൻറ്റി, ഒബീറ്റർ ഡിക്റ്റയ്ക്കില്ലേ, ഈ പറയുന്ന വേരിയസ് ആസ്പെക്ട്സ് ഓഫ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രസിഡൻറ്റിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് ആയിട്ടുള്ള റേഷ്യോ ഒബീറ്ററൊക്കെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ജുഡീഷ്യൽ പ്രസിഡൻറ്റിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് കോർട്ടിൻ്റെ ഹൈറാർക്കി ബേസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ ആസ് എ സോഴ്സ് ഓഫ് ലോ. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഇത് തേർഡ് വൺ ആണ്. ഇപ്പോൾ ഉള്ള മോഡേൺ ടൈംസിൽ ലെജിസ്ലേഷനെയാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ ആയിട്ട് കാണുന്നത്. ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാറ്റിൻ വേർഡായിട്ടുള്ള ലെജിസ് നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ലെജിസ് മീനിങ് ലോ,
ലെജിസ് എന്ന് പറഞ്ഞ ലെജിസ് മീനിങ് ലെജിസ് എന്ന് പറഞ്ഞാൽ ലോ ആണ്. ലാറ്റം വിച്ച് മീൻസ് ടു മേക്ക് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ മേക്ക് ചെയ്യുക എന്നാണ് ലാറ്റം എന്ന് പറയുന്നത്. ലെജിസ് ആൻഡ് ലാറ്റം, ലെജിസ് ലാറ്റം ഈ രണ്ട് ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ലോ മേക്ക് ചെയ്യുക, ടു സെറ്റ് ലോ അല്ലെങ്കിൽ ടു മേക്ക് ലോ. ദെയർഫോർ ദ വേർഡ് ലെജിസ്ലേഷൻ മീൻസ് എന്ത്, മേക്കിംഗ് ഓഫ് ലോ. ലോ മേക്കിംഗ് ആണ് ലെജിസ്ലേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ലെജിസ്ലേഷൻ സോഴ്സ് ഓഫ് ലോ ആയിട്ട് കാണുന്ന അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്തിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി മെഷർഡ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ദ അതോറിറ്റി ഓഫ് സോവറിൻ. സോവറിൻ്റെ അതോറിറ്റിയാൽ ബാക്ക്ഡ് ആണ് എന്ത്, ലെജിസ്ലേഷൻ. സോ അതിനെ നമ്മൾ സോഴ്സ് ഓഫ് ലോ ആയിട്ട് കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ. ലെജിസ്ലേഷൻ ആസ് എ സോഴ്സ് ഓഫ് ലോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്തിൽ നിന്ന് മെഷർ ചെയ്യാം? ഒരു ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ അതോറിറ്റി ഓഫ് സോവറിൻ. സോവറിൻ്റെ അതോറിറ്റിയാൽ ബാക്ക്ഡ് ആണ് എന്ത്, ലെജിസ്ലേഷൻ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡയറക്റ്റ്ലി ഇനാക്റ്റഡ് ആണ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഡയറക്റ്റ്ലി അതിനെ ഇനാക്റ്റും ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ലെജിസ്ലേഷൻ എന്ന് പറയുന്ന എക്സ്പ്രഷൻ വേരിയസ് സെൻസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ലോ മേക്കിങ്ങിൻ്റെ എല്ലാ മെത്തേഡ്സും ഇൻക്ലൂഡഡ് ആണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ആ എക്സ്പ്രഷനിൽ. സ്ട്രിക്റ്റ് സെൻസിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് മീൻസ് ലോസ് ഇനാക്റ്റഡ് ബൈ സോവറിൻ ഓർ എനി അതർ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓതറൈസ്ഡ് ബൈ ഹിം. സോവറിൻ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ പേഴ്സൺ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അയാൾ ഓതറൈസ് ചെയ്തിട്ടുള്ള, ഇവർ ഇനാക്ട് ചെയ്തിട്ടുള്ള ലോ ആണ് ഇൻ ദ ലെജിസ്ലേഷൻ ഇൻ എ സ്ട്രിക്റ്റ് സെൻസ്. താഴെ പറയുന്ന ചാർട്ട് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു? ടൈപ്സ് ഓഫ് ലെജിസ്ലേഷൻ ആണ് താഴെ പറയുന്നത്. കൈൻഡ്സ് ഓഫ് ലെജിസ്ലേഷൻ നമുക്ക് എന്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? പ്രൈമറി ലെജിസ്ലേഷൻ, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ലെജിസ്ലേഷനെ. പ്രൈമറി ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ സോവറിൻ ഇനാക്റ്റഡ് ആയിട്ട് ഡയറക്റ്റ്ലി, അതായത് സോവറിൻ ഡയറക്റ്റ്ലി ഇനാക്ട് ചെയ്യുന്ന ലോയിനെ നമ്മൾ സുപ്രീം ലെജിസ്ലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സുപ്രീം ലെജിസ്ലേഷൻ്റെ ഫീച്ചേഴ്സിൽ ഒരെണ്ണമാണ് നോ അതർ അതോറിറ്റി. മറ്റ് അതോറിറ്റിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ കൺട്രോൾ ചെയ്യാനോ ചെക്ക് ചെയ്യാനോ പറ്റില്ല എക്സെപ്റ്റ് ദ സോവറിൻ ഇറ്റ്സെൽഫ്. സ്വയം അല്ലാതെ മറ്റൊരു അതോറിറ്റിക്കും ഈ സുപ്രീം ലെജിസ്ലേഷനെ എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാനോ ചെക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇനാക്ട് ചെയ്തിട്ടുള്ള ലോസ് ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ആസ് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ നമ്മളൊരു സോവറിനായിട്ട് കാണുന്നതുകൊണ്ട് ബ്രിട്ടീഷ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇനാക്ട് ചെയ്യുന്ന ലോസ് എല്ലാം നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? പ്രൈമറി ലെജിസ്ലേഷൻ ആയിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഇനാക്ട് ചെയ്തിട്ടുള്ള ലോ സെയിം കാറ്റഗറിയിൽ ഫോളോ ചെയ്യും. കാരണം ഇന്ത്യൻ പാർലമെൻറ്റ്, പക്ഷേ ഇനി ഇന്ത്യ പവേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആർ റെഗുലേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഇന്ത്യയിൽ പാർലമെൻറ്റിൻ്റെ പവേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷനാണ് റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. എങ്ങനെ? ദാറ്റ് മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇനാക്ട് ചെയ്തിട്ടുള്ള ലോസ് വഴി ആൻഡ് ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എനി അതർ ലെജിസ്ലേറ്റീവ് ബോഡി. മാത്രമല്ല മറ്റ് ലെജിസ്ലേറ്റീവ് ബോഡീൻ്റെ കൺട്രോളിൻ്റെ കീഴിലൊന്നുമല്ല അത് ഇനാക്ട് ചെയ്യുന്ന ലോസ്. അതായത് ഇത്രയേ ഉള്ളൂ. പ്രൈമറി ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ സോവറിൻ ഡയറക്റ്റ്ലി ഇനാക്ട് ചെയ്യുന്ന ലോസ്, അതിന് നമ്മൾ സുപ്രീം ലെജിസ്ലേഷൻ ആയിട്ടാണ് കാണുന്നത്. സുപ്രീം ലെജിസ്ലേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് സോവറിൻ അല്ലാതെ മറ്റൊരു അതോറിറ്റിക്കും അതിനെ കൺട്രോൾ ചെയ്യാനോ ചെക്ക് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇനാക്ട് ചെയ്യുന്ന ലോസ് ഈ കാറ്റഗറി വീഴും. കാരണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ന് പറയുന്നത് സോവറിനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് ഇനാക്ട് ചെയ്യുന്ന ലോസും ഈ കാറ്റഗറി തന്നെ വീഴും. പക്ഷേ ഇന്ത്യയിൽ പാർലമെൻറ്റിൻ്റെ പവേഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും കോൺസ്റ്റിറ്റ്യൂഷനാണ്. എങ്ങനെ? ത്രൂ ദ ലോസ് ഇനാക്റ്റഡ് ബൈ ഇറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യുന്ന ലോസ് വഴി ഈ പാർലമെൻറ്റിൻ്റെ പവേഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആര് തന്നെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് ആർ നോട്ട് അണ്ടർ കൺട്രോൾ ഓഫ് എനി അതർ ലെജിസ്ലേറ്റീവ് ബോഡി. മറ്റ് പാർലമെൻറ്റിന് വേറെ ഒരു ലെജിസ്ലേറ്റീവ് ബോഡീൻ്റെയും കൺട്രോളിൻ്റെ കീഴിലല്ല അവരുള്ളത്. ദേ ആർ ഓൺലി കൺട്രോൾഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് അവരുടെ എല്ലാ പവേഴ്സും റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. നെക്സ്റ്റ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് സോവറിൻ അതോറിറ്റിക്ക് സുപ്രീം ആയിട്ടുള്ള സബോർഡിനേറ്റ് ടു ദ സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ സോവറിൻ അതോറിറ്റി. അതായത് ഇത്രയേ ഉള്ളൂ.
സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ സോവറിൻ അതോറിറ്റിക്ക് സബോർഡിനേറ്റ് ആയിട്ടുള്ള അതോറിറ്റി മേക്ക് ചെയ്യുന്ന ലെജിസ്ലേഷൻ, അതാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. സോവറിൻ്റെ ഡെലിഗേറ്റഡ് അതോറിറ്റി ആണ് എനാക്ട് ചെയ്യുന്ന ലെജിസ്ലേഷനാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. അത് എന്തിൻ്റെ കീഴിലാണ് എനാക്ട് ചെയ്യുന്നത്? ഡെലിഗേറ്റഡ് അതോറിറ്റി, ആരുടെ? സോവറിൻ്റെ ഡെലിഗേറ്റഡ് അതോറിറ്റിയുടെ കീഴിലാണ് അത് ഈ ഒരു ലെജിസ്ലേച്ചർ എനാക്ട് ചെയ്യുന്നത്. ഒറിജിൻ, വാലിഡിറ്റി, എക്സിസ്റ്റൻസ്, കണ്ടിന്യൂവൻസ് ഇങ്ങനെയുള്ള ലെജിസ്ലേഷൻ, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ്റെ അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ എക്സിസ്റ്റൻസ്, കണ്ടിന്യൂവൻസ് ഇതെല്ലാം ടോട്ടലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സോവറിൻ അതോറിറ്റിയുടെ വില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സബോർഡിനേറ്റ് ലെജിസ്ലേഷനെ നമുക്ക് ഫർദർ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ലോക്കൽ ലോസ് ആയിട്ടും എക്സിക്യൂട്ടീവ് മേക്ക് ചെയ്യുന്ന ലോസ് ആയിട്ടും രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലോക്കൽ ലോസ് ആൻഡ് ലോസ് മെയ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്. ലോക്കൽ ലോസ് എന്ന് പറയുന്നത് ചില രാജ്യങ്ങളിൽ ലോക്കൽ ബോഡീസിനെ ആണ്, ദാറ്റ് മീൻസ് ചില രാജ്യങ്ങളിൽ ലോക്കൽ ബോഡീസിനെയാണ് നമ്മൾ ലോ മേക്കിംഗ് പവേഴ്സ് ഉള്ളവരായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺഫർ ചെയ്യുന്നത്. അതായത് ഇൻ സം കൺട്രീസ് ലോക്കൽ ബോഡീസിനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, കൺഫർ ചെയ്യുന്നത് എന്തായിട്ട്? ലോ മേക്കിംഗ് പവേഴ്സ് ഉള്ളവരായിട്ട് കാണുന്നത് ആരെയാണ്? ലോക്കൽ ബോഡീസിനെയാണ്. അവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു മേക്ക് ബൈലോസ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് ജൂറിസ്ഡിക്ഷൻ. അവരുടെ നിയമപരിധിയിൽ വരുന്ന ബൈലോസ് മേക്ക് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ലോക്കൽ അതോറിറ്റീസ് അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിനുണ്ട്. ഇന്ത്യയിൽ ലോക്കൽ ബോഡീസ് ലൈക്ക് ഏതൊക്കെ? പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതുപോലുള്ള ലോക്കൽ ബോഡീസിന് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ കോർട്ട് ത്രൂ എങ്ങനെ? 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അതായത് 73ാമത്തെയും 74ാമത്തെയും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി കോൺസ്റ്റിറ്റ്യൂഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ, പഞ്ചായത്ത് പോലുള്ള ലോക്കൽ ബോഡീസിനെ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. റൂൾസ് ആൻഡ് ബൈലോസ് ഇനാക്റ്റഡ് ബൈ ദെം ആർ എക്സാമ്പിൾ ഓഫ് ലോക്കൽ ലോസ്. ലോക്കൽ ലോസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അവർ മേക്ക് ചെയ്യുന്ന ലോക്കൽ ബോഡീസ് മേക്ക് ചെയ്യുന്ന റൂൾസ്, ബൈലോസിനെയൊക്കെയാണ് നമ്മൾ ലോക്കൽ ലോസ് ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ്, ലോസ് മെയ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ് മേക്ക് ചെയ്യുന്ന ലോസ്. സോവറിനും എന്ത് ചെയ്യാൻ പറ്റും? ലോസ് ഇനാക്ട് ചെയ്യാൻ പറ്റും. ലോസ് ആർ സപ്പോസ് ടു ബി ഇനാക്റ്റഡ് ബൈ ദ സോവറിനും എന്ത് ചെയ്യാൻ പറ്റും? ലോസ് മേക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ സോവറിനിറ്റി ഒരു അതോറിറ്റിയിൽ വെസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ വേരിയസ് ഓർഗൻസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കാം. ഒരു അതോറിറ്റിയിൽ വെസ്റ്റഡ് ആയിരിക്കാം ഈ സോവറിനിറ്റി, അല്ലെങ്കിൽ അത് വേരിയസ് ഓർഗൻസ് ഓഫ് സ്റ്റേറ്റിൽ ഡിസ്ട്രിബ്യൂട്ടഡും ആയിരിക്കാം. മോഡേൺ സ്റ്റേറ്റ്സിൽ മോസ്റ്റ് ഓഫ് ദ മോഡേൺ സ്റ്റേറ്റ്സിലും സോവറിനിറ്റി എന്ന് പറയുന്നത് ജനറലി ഡിവൈഡഡ് എമംഗ് 3 ഓർഗൻ ഓഫ് സ്റ്റേറ്റിൻ്റെ 3 ഓർഗൻസിൽ ജനറലി ഡിവൈഡഡ് ആണ് സോവറിനിറ്റി ഇൻ മോസ്റ്റ് ഓഫ് ദ മോഡേൺ സ്റ്റേറ്റ്. അതായത് നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിന് 3 ഓർഗൻസ് ഉണ്ട്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഈ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇവർക്ക് 3 പേർക്കും അവരുടേതായിട്ടുള്ള 3 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ലോ മേക്കിംഗ് എന്ന് പറയുന്ന പ്രൈം റെസ്പോൺസിബിലിറ്റി ലെജിസ്ലേച്ചറിനാണ് വെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എക്സിക്യൂട്ടീവിന് എന്താണ്? the responsibility to implement law enacted by legislature. Legislature means law make ചെയ്യാനുള്ള പവറാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ലെജിസ്ലേച്ചറിനുള്ളത്. ലെജിസ്ലേച്ചർ എനാക്ട് ചെയ്തിട്ടുള്ള ലോസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് എക്സിക്യൂട്ടീവിന് ഉള്ളത്. പക്ഷേ ലെജിസ്ലേച്ചർ ഡെലിഗേറ്റ് സം ഓഫ് ഇറ്റ്സ് ലോ മേക്കിംഗ് പവേഴ്സ് ടു എക്സിക്യൂട്ടീവ് ഓർഗൻസ്. ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ചില ലോ മേക്കിംഗ് പവേഴ്സ് ലെജിസ്ലേച്ചറിൻ്റെ ചില ലോ മേക്കിംഗ് പവേഴ്സ് ആരിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? എക്സിക്യൂട്ടീവ് ഓർഗൻസിലും. അതിനെയാണ് നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. സോ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ മീൻസ് ലെജിസ്ലേഷന് ഉള്ള ചില ലോ മേക്കിംഗ് പവേഴ്സ് ആർക്ക്? എക്സിക്യൂട്ടീവ് ഓർഗൻസിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരെയാണ് നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ്റെ ഒരു ക്ലാസ് തന്നെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. വെൽഫെയർ,
ആൻഡ് മോഡേൺ സ്റ്റേറ്റ്സിൽ ലെജിസ്ലേഷൻ്റെ എമൗണ്ട് കൂടിയിട്ടുണ്ട് മാനിഫോൾഡ്. ആൻഡ് എന്ത് പോസിബിൾ അല്ല, എല്ലാ ലോയിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വഴി ഗോ ത്രൂ ചെയ്യുക എന്നുള്ളത് ലെജിസ്ലേറ്റീവ് ബോഡീസിന് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം 10 മടങ്ങായിട്ട് 1000 ഫോൾസ് മാനിഫോൾഡായിട്ട് ഈ ലെജിസ്ലേഷൻ്റെ എമൗണ്ട് ഇപ്പോൾ ഉള്ള മോഡേൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ലെജിസ്ലേറ്റീവ് ബോഡീസിനും ലോയിൻ്റെ എല്ലാ ഡീറ്റെയിൽസിലും ഗോ ത്രൂ ചെയ്യാൻ അവർക്കത് പോസിബിൾ അല്ല. കാരണം അത്രയ്ക്കും ലെജിസ്ലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് ലെജിസ്ലേഷൻ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. ആൻഡ് വൈഡ് ഡിസ്ക്രിഷൻ ഹാസ് ബീൻ ഗിവൺ ടു എക്സിക്യൂട്ടീവ് ടു ഫിൽ ദ ഗ്യാപ്പ്. വൈഡ് ഡിസ്ക്രിഷനും കൂടുതൽ ഡിസ്ക്രിഷൻ ആർക്ക് കൊടുത്തിട്ടുണ്ട്? എക്സിക്യൂട്ടീവിന്, ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ്റെ ഇൻക്രീസിങ് ടെൻഡൻസി അതുകൊണ്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ റിസോർട്ടഡ് ടു ആണ് ഓൺ അക്കൗണ്ട് ഓഫ് എന്തൊക്കെ കാരണങ്ങൾ കാരണം? പോസിറ്റി ഓഫ് ടൈം അല്ലെങ്കിൽ ടെക്നിക്കാലിറ്റീസ് ഓഫ് ലോ, എമർജൻസീസ്, ഈ റീസൺസ് ഒക്കെ കൊണ്ട് തന്നെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ റിസോർട്ടഡ് ടു ആണ്. അതുകൊണ്ട് തന്നെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നെസസറി ഇവിലായിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് പോസിറ്റി ഓഫ് ടൈം കൺസ്ട്രെയിൻസ്, ടെക്നിക്കാലിറ്റീസ് ഓഫ് ലോയിൻ്റെ ടെക്നിക്കാലിറ്റീസ്, എമർജൻസീസ് ഒക്കെ വരുന്ന കേസിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആയിരിക്കും കൂടുതൽ പവർ ഉള്ളത്. കാരണം അവർ ചില സമയത്ത് നെസസറി ഇവിലായിട്ട് കാണുന്നു. കാരണം കൂടുതൽ ടൈമൊക്കെ എടുക്കുന്ന കേസസിൽ ആർക്ക് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്? എക്സിക്യൂട്ടീവ്സിന് ചില ലോ മേക്കിംഗ് പവേഴ്സ് ലെജിസ്ലേച്ചർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. സോ അവരെ നമ്മൾ സംടൈംസ് ഒരു നെസസറി ഇവിലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. സോ ഇത്രയുമാണ് സോഴ്സസ് ഓഫ് ലോ. 3 സോഴ്സസ് ഓഫ് ലോ, 3 നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ കസ്റ്റം, സെക്കൻഡ് വൺ ജുഡീഷ്യൽ പ്രസിഡൻറ്റ്, തേർഡ് വൺ ലെജിസ്ലേച്ചർ. കസ്റ്റംസ് മീൻസ് നമ്മൾ പ്രാക്ടീസ് ഫോർ എ ലോങ് ടൈമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന അതിനെയാണ് നമ്മൾ കസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ റിലവൻസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കുറച്ച് ലീഗൽ കസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. പിന്നെ ചില ടെസ്റ്റ് ടു know the validity അല്ലെങ്കിൽ to determine the validity of the custom. കുറച്ച് പറയുന്നുണ്ട് ഇവിടെ, ടെസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞാൽ ജുഡീഷ്യൽ പ്രസിഡൻറ്റിനെ കുറിച്ച്. ജുഡീഷ്യൽ പ്രസിഡൻറ്റ് മീൻസ് പ്രീവിയസ്ലി ഡിസൈഡഡ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ആരുടെ? സുപ്പീരിയർ കോർട്സിൻ്റെ. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ജുഡീഷ്യൽ പ്രസിഡൻ്റ് ആയിട്ട് പറയുന്നുള്ളത്. പിന്നെ അവിടെ നമ്മൾ സുപ്രീം കോർട്ടിനെയും ഹൈക്കോർട്ടിനെയും ലോവർ കോർട്സിനെയൊക്കെ കുറിച്ച് പഠിച്ചു. പിന്നെ ജുഡീഷ്യൽ ഡിസിഷൻ്റെ ക്ലാസിഫിക്കേഷൻ, റേഷ്യോ ഡിസിഡൻറ്റി, ഒബീറ്റർ, ഡിക്റ്റ, ഇതിനെക്കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് ലെജിസ്ലേഷനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രൈമറി ആൻഡ് സബോർഡിനേറ്റ് തന്നെ ഫർദർ ക്ലാസിഫിക്കേഷൻ, ലോക്കൽ ലോസ് ആൻഡ് ലോസ് മെയ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്. പിന്നെ 3 ഓർഗൻസ് ഓഫ് സ്റ്റേറ്റ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു.